നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെയധികം ഉപയോഗപ്രദമായിട്ടൊരു വീഡിയോ തന്നെയായിരിക്കും ഇത്. ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊക്കെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ അപ്ലൈ ചെയ്യുമ്പോഴേക്ക് ചില സമയം യൂട്യൂബ് അത് റിജക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഷെയർ ചെയ്യുക. ഇതിൽ പ്രധാനമായിട്ട് പറയാൻ ഉള്ള കാര്യം, ഇപ്പോൾ ആദ്യമായിട്ട് ചാനലൊക്കെ മോണിറ്റൈസ് ചെയ്യാൻ കൊടുക്കുമ്പോഴേക്കും യൂട്യൂബ് റിജക്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഇപ്പോൾ ചാനലൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ക്രൈറ്റീരിയ ആയിട്ടുള്ള 1000 സബും 4000 വാച്ച് അവേഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനുള്ളൊരു ടാബ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ബട്ടൺ എനേബിളായിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ ചേരാനായിട്ട് അപ്ലൈ ചെയ്യാം. ഗൂഗിൾ ആഡ്സൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ മോണി ചെയ്യാനായിട്ട് അപ്ലൈ ഒക്കെ ചെയ്തു. സാധാരണ ചുരുങ്ങിയ ദിവസങ്ങളിലുള്ള ഇതിനുള്ള പ്രോസസ്സൊക്കെ യൂട്യൂബ് കംപ്ലീറ്റ് ചെയ്യുകയും മോണിറ്റൈസേഷനൊക്കെ എനേബിൾ ആക്കി തരികയും ചെയ്യും. പക്ഷേ ചില നേരങ്ങളിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആവുകയില്ല. കാരണം ഈ നമ്മുടെ ചാനലുകളിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞിട്ട് യൂട്യൂബ് വന്നിട്ട് ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ചിലർ വിചാരിക്കും ഈ റിജക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി മോണിക്ക് അപ്ലൈ ചെയ്യാനേ പറ്റില്ല, എല്ലാം അവസാനിച്ചു എന്ന്. അപ്പോൾ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ നമ്മൾ അംഗമാകണമെങ്കിൽ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ചില പോളിസീസൊക്കെ ഫോളോ ചെയ്യണം. പിന്നെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് യൂട്യൂബ് പബ്ലിക് ആക്കിയോ എന്നും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോഴേക്കും അതെല്ലാം ചെക്ക് ചെയ്യും. പ്രൈവറ്റായിട്ടുള്ള വീഡിയോസും എല്ലാം ചെക്ക് ചെയ്തിട്ട് ഒന്നിലും കുഴപ്പമില്ല എന്ന് തീർച്ചപ്പെടുത്തും. പക്ഷേ എന്തെങ്കിലും കുഴപ്പങ്ങൾ അതിൽ കണ്ടുപിടിച്ചാൽ സാധാരണ ഒരു മെയിൽ വരും, ചാനൽ മോണിറ്റൈസേഷനും എലിജിബിൾ അല്ല എന്നുള്ളത്. വീഡിയോസിന് കുറേ പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞു തരും, കൃത്യമായിട്ട് അത് പറയില്ല, സൂചനകളൊക്കെ തരും. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ ഉണ്ട്. അതൊക്കെ എനേബിൾ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പിന്നെ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാനായിട്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെയും മോണിറ്റൈസേഷൻ ശരിയാക്കി തരും. ഇല്ല പിന്നെയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെയും റിജക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എല്ലാം അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നും എത്ര തവണ നമുക്കിങ്ങനെ റീഅപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന് കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നുമില്ല, യൂട്യൂബിൻ്റെ പോളിസിയിൽ എവിടെയും പറഞ്ഞിട്ടില്ല എത്ര തവണ റീഅപ്ലൈ ചെയ്താലും കുഴപ്പമില്ല എന്നാണ്. പക്ഷേ എത്രയും വേഗം ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് റീഅപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പലതവണ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയും ചെയ്യാം. പിന്നീട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചാനൽ ഡിസേബിൾ ആകാൻ അവരുടെ പോളിസിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഇടുകയാണെങ്കിലും മോണിറ്റൈസേഷൻ കിട്ടില്ല. ഇപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലാണെങ്കിലും അത് ഡിസേബിളായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ജെനുവിനായിട്ടുള്ള വ്യൂവേഴ്സിനെ കൊണ്ടുവരുന്നത് വളരെ വലിയ കാര്യമാണ്. അതൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് വാച്ച് അവരൊക്കെ കൂട്ടി സബും ഒക്കെ തേച്ച് എല്ലാ രീതിയിലും ചെയ്തിട്ട് നമ്മൾ എനേബിൾ ആകാതിരുന്നാൽ വളരെയധികം മനപ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും ഈ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നത്. റീയൂസ്ഡ് കണ്ടൻറ്റും യൂട്യൂബിൻ്റെ പോളിസിക്ക് അഗെയിൻസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഈ തുടക്കക്കാരായിട്ടും ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അത് പ്രൊസീഡ് ചെയ്യാൻ ആപ്ലിക്കേഷനുമായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് നിങ്ങളെ കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. നമ്മൾ തുടർന്ന് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നല്ല നല്ല കമൻസ് വായിക്കാനായിട്ട് ഞാൻ എപ്പോഴും കാത്തിരിക്കും. നിങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഈ യൂട്യൂബ് എന്ന യാത്രയിൽ മുന്നോട്ട് കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ നമുക്ക് അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.